ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ജാതിയും മതവുമില്ല എന്ന് നമ്മൾ നിരന്തരം ഇങ്ങനെ പറയാറുണ്ട്. അതിന് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് ഉദാഹരണങ്ങൾ, ഒന്ന് പാളയം മസ്ജിദിലേതും ഒന്ന് ഈ പാളയത്തെ സെൻറ്റ് ജോസഫ് പള്ളിയിലേതുമാണ്. പാളയം സെൻറ്റ് ജോസഫിൽ ഇത്തവണയും ചില തീരുമാനങ്ങളൊക്കെ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. പാളയം സെൻറ്റ് ജോസഫ് പള്ളിക്കാരി ഫാദർ വിൽഫ്രഡ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ഈ കുർബാനയിൽ പോലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ പൊങ്കാലയോട് അനുബന്ധിച്ചെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഇത്തവണത്തെ പൊങ്കാലയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളെക്കാളും കൂടുതൽ ആൾക്കാർ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു നമ്പർ നമ്മുടെ ഈ ഒരു നഗരത്തിലോട്ട് ആൾക്കാർ എത്തുമ്പോൾ അവർക്കുള്ളൊരു സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് നഗരത്തിലുള്ള എല്ലാവരുടെയും ഒരു കടമയാണ് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ പാരിഷ് കൗൺസിൽ ചർച്ച ചെയ്തു, ഞങ്ങളുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഇതൊക്കെ ചർച്ച ചെയ്തു. അവർ പറഞ്ഞത്, എല്ലാവരും ഒരേ ഹൃദയത്തോടെ പറഞ്ഞത്, നമ്മൾ ഈ ഭക്തരായിട്ടുള്ള ആൾക്കാർ എത്തുന്ന എല്ലാത്തിനും ഭക്തരായിട്ടുള്ള ആൾക്കാരാണ് എത്തുന്നത്. അപ്പോൾ അവരുടെ ആ ഭക്ത മനസ്സിന് ആശ്വാസം കൊടുക്കേണ്ടത് നമ്മൾ കടമയാണ്. അവിടെ ജാതി മതമൊന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ആ ഒരു സൗകര്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിൻ്റെ പള്ളിയുടെ ആരാധനയ്ക്ക് തന്നെ സമയക്രമീകരണം വരുത്തിയത്. ഈ പരിസരം മുഴുവനും അവർക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് പള്ളി പരിസരം തുറന്നു കൊടുക്കുമല്ലോ വിശ്രമത്തിലേക്കായിട്ട്? അവർക്ക് തുറന്നു കൊടുക്കുന്ന അവരുടെ വിശ്രമത്തിന് വേണ്ടിയുള്ളതാണ്. വിശ്രമിക്കാനും അതുപോലെ തന്നെ പള്ളി പരിസരം മാത്രം നമ്മുടെ ഒരു ഹോള് കൂടെ തുറന്നു കൊടുത്ത് അവരെ ഇരുത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. കുടിവെള്ളവും സംഭാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. അപ്പോൾ ആ രീതിയിലുള്ളൊരു സൗഹാർദ്ദം ഞങ്ങൾ തമ്മിലുണ്ട്. നമുക്ക് അതിന് പാളയം ജുമാ മസ്ജിദുമായിട്ട് ആ രീതിയിലുള്ള നല്ലൊരു സൗഹൃദം ഞങ്ങൾക്കുണ്ട്. ഗണപതി കോവിലുമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു സൗഹൃദമുണ്ട്.